ഖമനേയി തീരാനുള്ള എല്ലാ സാധ്യതകളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് അമേരിക്ക പറയുകയാണ്, ചർച്ച മസ്കറ്റിൽ നടക്കുന്ന ചർച്ച ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പ്രത്യേകിച്ച് ആണവ ഊർജവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് പരാജയപ്പെട്ടാൽ ഖമനേയി പിന്നെ ഉണ്ടാവില്ല, തീർക്കാൻ ഞങ്ങൾക്കറിയാം എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ തിരിച്ചടിക്കും എന്ന് ഇറാനും പറയുന്നുണ്ട്. അതായത് രണ്ടിനെയും തീർത്ത് കളയും, ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ട്രംപിനെയും ഞങ്ങൾ തീർത്ത് കളയും. ഇറാനെ സംബന്ധിച്ചിടത്തോളം മുന്നും പിന്നും തിരിഞ്ഞു നോക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാൻ ഏത് തരത്തിലുള്ള നിലപാടെടുക്കും എന്നുള്ളതും ഒരാശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പശ്ചിമേഷ്യ വല്ലാത്ത കലുഷിതമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ അത് ലോകത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ ചർച്ച ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ ഇറാൻ എന്ന രാജ്യത്തെ ഭൂലോകത്ത് നില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക തുടങ്ങുമോ? ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഒരു ചുക്കും ഇന്ന് അമേരിക്കയുടെ ഇന്നത്തെ നിലയിൽ ചെയ്യാൻ പറ്റില്ല. അമേരിക്ക വൻ കടക്കണിയിലാണ്, താങ്ങാൻ പറ്റാത്ത കടക്കണിയിലാണ്. അത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ലോകത്തിലെ ചെറിയ ചെറിയ നനഞ്ഞടം കുഴിക്കുന്നൊരു കേട്ടിട്ടില്ല, അതുപോലുള്ള പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. റഷ്യയെ നേരിട്ട് ആക്രമിക്കാൻ വയ്യ, അതിനാണ് ഇന്ത്യയുടെ മേൽ 50% ചുങ്കം ഏർപ്പെടുത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താം. അപ്പോൾ ഇവർക്ക് നേരിട്ട് റഷ്യയോട് പറയാൻ വയ്യാത്തത് ഇന്ത്യയുടെ മേൽ ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ അവരുടെ പണം കുറയുമല്ലോ. അപ്പോൾ ഡയറക്റ്റ് ആക്ഷനുള്ള ധൈര്യമില്ല അവർക്ക്. അങ്ങനെയാണല്ലോ ഇപ്പോൾ അതും പിൻവലിച്ച്. എങ്ങനെയാ? നമ്മൾ നിർബന്ധിച്ചിട്ടല്ല, അമേരിക്കയ്ക്ക് വേണ്ടു എന്നു. അതാണ് സംഭവം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മുടെ ജനങ്ങൾ. പ്രധാനമന്ത്രി ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞ പോലെ നമ്മുടെ ജനങ്ങൾ നമ്മുടെ അസറ്റാണ്. നമ്മുടെ ഈ 150 കോടി ജനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻ്റാണ്, നമ്മുടെ പരിഹാരമാണ്. ജവഹർലാൽ നെഹ്റുവും അതുപോലെ ഇന്ദിരാഗാന്ധിയും നമ്മുടെ ജനസംഖ്യയെ നമ്മുടെ ബാധ്യതയായിട്ട് കണ്ടു, നമ്മുടെ പ്രശ്നമായിട്ട് കണ്ടു, ഇദ്ദേഹം പരിഹാരമായിട്ട് കണ്ടു. അതാണ് ഇന്ത്യയുടെ വൈഡായിട്ടുള്ള മാർക്കറ്റ് അവഗണിച്ചുകൊണ്ട് ലോകത്തിലെ ഒരു ശക്തിക്കും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഇന്നത്തെ സ്ഥിതിക്ക്. എന്ന് മാത്രമല്ല, ഇത്രയും ജനസംഖ്യയുള്ള ഈ രാജ്യം ആളാം വീതം ഇങ്ങനെ കൊടുത്തിട്ടും ലോകത്തിലെ തന്നെ ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, 3ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യ ഈസ് ആൻ എലിഫൻറ്റ് ഇൻ ദി റൂം. ഇന്ത്യയെ ലോകത്തൊരൊറ്റ രാജ്യത്തിന് ഇനിമേൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വഴിയെ ട്രംപ് തന്നെ വന്നത്. അതിൻ്റെ അസൂയ മൂത്താണ് രാഹുൽ ഗാന്ധി അവിടെ കിടന്ന് അയ്യോ അമേരിക്കയ്ക്ക് കീഴടങ്ങി. എവിടെ കീഴടങ്ങി? ട്രംപ് ഇന്ത്യക്കും നരേന്ദ്രമോദിക്കുമാണ് കീഴടങ്ങിയത്. അതാണ് സംഭവിച്ചത്. റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കത്തില്ലെന്നൊന്നും ഞങ്ങൾ വാങ്ങിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. വെനിസുലയിൽ നിന്ന് വാങ്ങിച്ചോ, അത് പുതിയൊരു കണ്ടുപിടുത്തമായിട്ട്. ഇവന്മാർക്കൊന്നും രാജ്യവിവരം ഇല്ലാഞ്ഞിട്ടാ, ലോകവിവരം ഇല്ലാഞ്ഞിട്ടാ. വെനിസുലയിൽ നിന്ന് പണ്ടേ നമ്മൾ വാങ്ങിച്ചു കൊണ്ടേയിരുന്നു. എന്ന് മാത്രമല്ല, വെനിസുലിയൻ ഗവൺമെൻറ്റിൻ്റെ എണ്ണപ്പാട ഒരെണ്ണം നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത്, നമുക്കിങ്ങനെ തന്നിരിക്കുക. അത് മനസ്സിലായില്ല. പക്ഷേ ഈ യുദ്ധം ഉണ്ടായ സമയത്ത് അമേരിക്കൻ കപ്പലുകൾ അവിടെ ആ രാജ്യത്തെ വളഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയൊരു സംഘർഷത്തിന് നമ്മളായിട്ട് പോകണ്ട. നമ്മുടെ എന്ന് പറഞ്ഞാൽ വഴിയെന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ മാർഗം, റോഡ് ഓഫ് പീസ്, റോഡ് ടു പീസാണ് നമ്മുടെ മാർഗം, നമ്മുടെ നയതന്ത്രവും അത് തന്നെ. ആവശ്യമില്ലാതെ കയറി അമേരിക്കയെ പോലെ ബഹളം ഉണ്ടാക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അമേരിക്ക താണു വന്നതാണ്. അതുപോലെ തന്നെ ഇറാൻ്റെ മുമ്പിലും ഇപ്പോൾ താണു വന്നിരിക്കുക. എങ്ങനെ നോക്കൂ, അമേരിക്ക ആക്രമിക്കുമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടുത്തെ പ്രക്ഷോഭമെല്ലാം കെട്ടടങ്ങി. ഇപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ ഒരു തരിമ്പുമില്ലല്ലോ, ഒരു പ്രകടനം പോലും, പ്രതിഷേധ പ്രകടനം പോലും നടക്കുന്നില്ല. എന്താ? ആ രാജ്യം അങ്ങ് ഒന്നിച്ചു. ഇറാൻ എന്ന് പറയുന്ന ദേശീയത അങ്ങ് ഒന്നായി. അത് മതത്തിൻ്റെ ആയിക്കോട്ടെ, സംസ്കാരത്തിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെ ആയിക്കോട്ടെ, സൂഫി പാരമ്പര്യത്തിൻ്റെ ആയിക്കോട്ടെ, അവരങ്ങ് ഒന്നായി കഴിഞ്ഞ് പ്രക്ഷോഭം തീർന്നു. ആ രാജ്യം ഒന്നടങ്കം അമേരിക്കയ്ക്കെതിരായി. അതുവരെ ഖമേനിക്കെതിരായിരുന്ന ആ രാജ്യം ഒന്നടങ്കം അമേരിക്കയ്ക്കെതിരായി. മനസ്സിലായില്ലയോ? ഈ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുന്നത് പോലെ ഈ റിലീജിയൻ ഈസ് തിക്കർ ദാൻ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പോലെ അറേബ്യയിലെ മുഴുവൻ രാഷ്ട്രങ്ങളും പറഞ്ഞു, വേണ്ട ട്രംപെ, കളി വേണ്ട, ഇറാനോട് കളി വേണ്ട. നിങ്ങൾ ഈ ഞങ്ങളെ കണ്ടുകൊണ്ടാണ് ഈ കളിക്കുന്നതെങ്കിൽ നമ്മുടെ മിലിറ്ററി സ്റ്റേഷൻസിൽ വഴി നിങ്ങളുടെ വിമാനങ്ങളോ ആയുധങ്ങളോ കരയായിട്ടോ ജലമായിട്ടോ ആകാശമായിട്ടോ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്. എങ്കിലും ഞങ്ങളിവിടെ സുഖമായിട്ടും സമാധാനം ഉള്ളത് കൊണ്ടുമാണ് ഞങ്ങൾക്ക് ഇത്ര സമ്പന്നമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു ബഹളം ഉണ്ടാക്കാൻ ഞങ്ങളുടെ മണ്ണ് അനുവദിക്കില്ല. ഭീകരവാദം വളരാൻ ഇന്ത്യയുടെ മണ്ണ് നൽകില്ല എന്ന് ഇന്ത്യ പറഞ്ഞതുപോലെ ഉറച്ച സ്വരത്തിൽ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ ഇത് പറഞ്ഞു. എല്ലാ രാജ്യങ്ങളും പറഞ്ഞു. സൗദി അറേബ്യ മുതൽ ഖത്തർ വരെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇത് ഏറ്റു പറഞ്ഞതോടുകൂടി അമേരിക്കയ്ക്ക് കാമ്പില്ല.
അതിന് തീർന്നില്ല. അതിന് പുറമെ ഇറാൻ പറഞ്ഞു, ആ രാജ്യങ്ങളോടെല്ലാം പറഞ്ഞു, അമേരിക്കയുമായിട്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അമേരിക്കയിലേക്കല്ല മിസൈൽ അയക്കുന്നത്, നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ തന്നെ ആയിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോണം. അതുകൊണ്ട് അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് അമേരിക്കയെ ഇത് കൊടുത്തു. അമേരിക്ക വരണ്ടു. അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരിക, USS എബ്രഹാം ലിങ്കൺ എന്നൊക്കെ കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചേ. പുല്ല് പോലെ അല്ലെങ്കിൽ എന്ന് മാത്രമല്ല, ഈ ലിങ്കണ് നേരെ അവരുടെ ഒരു ഡ്രോൺ അങ്ങോട്ടങ്ങ് അയച്ചു. ഇതൊരു തൻ്റെ ഇടം, അത് പേടിച്ച് പറച്ചിരുന്നില്ല ഇത് കണ്ടുകൊണ്ട്. ഡ്രോൺ അങ്ങോട്ട് അയച്ചു, കാരണം അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ. കാരണം ഞങ്ങൾ റെഡിയാണ്, യുദ്ധം തുടങ്ങണമെങ്കിൽ തുടങ്ങിക്കോ എന്നുള്ള ഒരു തുടക്കമായിരുന്നു, ഒരു പോർവിളി തന്നെയായിരുന്നു അത്. മനസ്സിലായില്ലയോ? അതുകൂടാതെ ഇവരുടെ കപ്പലുകൾ ചെന്ന് ഒരു അമേരിക്കൻ കപ്പലിനെ ആക്രമിച്ചു. കാരണം ഹോർമൂസ് കടലിടുക്കിലാണത്. അത് ഇറാൻ്റെ വകയായിട്ടുള്ള കടലിടുക്കുക. അവിടെ ഏത് കപ്പൽ പോകണ്ടെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് അവർ പറഞ്ഞു. പട്ടാളക്കാർ എന്നോ ഇടപെട്ടു, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ അവർ പേടിച്ച് വരണ്ട് ഇരിക്കുകയായിരുന്നില്ല. എന്നിട്ട് അവസാനം അമേരിക്കയ്ക്ക് മനസ്സിലായി ഇത് യുദ്ധം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ചർച്ചകൾക്ക് വിളിച്ചത്. ആ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ച നല്ല കാര്യം തന്നെ. പക്ഷേ അമേരിക്ക മുട്ടുമടക്കിയും വിറച്ചും പേടിച്ചുമാണ് ഇത് നടത്തുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഏകപക്ഷീയമായിട്ട് അവർക്ക് ഒരു വിജയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിനൊന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ പ്രാപ്തിയില്ല. കാരണം ഞാൻ അറിയുന്നിടത്തോളം 130 ബില്യൺ കോടി രൂപയുടെ കടത്തിലാണ് അമേരിക്ക. കടക്കെണിയിലാണ്. ഈ പുറത്ത് കാണിക്കുന്ന ഒന്നുമല്ല, കടത്തിൻ്റെ കെണിയിലാണ്. ഒരു പക്ഷേ നമ്മുടെ വ്യവസായിയായിട്ടുള്ള കോൺഫിഡൻറ്റ് റോയി ഉണ്ടല്ലോ, അതുപോലെ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം. അതായത് ഈ മസ്കറ്റിലാണ് ഈ ചർച്ചകൾ നടക്കുക. അപ്പൊ മസ്കറ്റിൽ വെച്ച് അമേരിക്ക വെടി പൊട്ടിച്ചു അല്ലേ? ഈ ഖമനിയെ തട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വെടി പൊട്ടിച്ചു. നടക്കാനൊന്നും പോകുന്നില്ല. ഖമനിയെ തട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാം? ഇറാൻ്റെ ദേശീയത അതിപ്പോൾ തന്നെ ഉയർന്ന നിലയിലാണ്. അവർ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറക്കും. ഏത് രാജ്യമായാലും അങ്ങനെയാണ്. അതുകൂടാതെ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒരുമിക്കും. സൂഫിയാണെങ്കിലും ശരിയാണ്, ഇവിടെ ഷിയ മുസ്ലിങ്ങളാണ് ഇറാൻ, മറ്റേത് സുന്നി മുസ്ലിങ്ങളുമാണ്. പക്ഷേ കാര്യം വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്നിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, ആ പാരമ്പര്യമുള്ളതാണ്. എബ്രഹാമിക് മതങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മതങ്ങളായതുകൊണ്ട് ഈ ഇബ്രാൻ ഇച്ചിരി കൂടുതലായി പോയെന്നേ ഉള്ളൂ മതവിശ്വാസം. കുറച്ചുകൂടെ ഗാഠമായ മതവിശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മതരാഷ്ട്രമാണത്. അവരൊന്നിച്ചു തന്നെ നിൽക്കും, ഒരു സംശയവുമില്ല. തന്നെയല്ല, ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുടേതായിട്ടുള്ള ഒരു നാറ്റോ സഖ്യവും വന്നിട്ടുണ്ട്. തുർക്കിയും കൂടെ അതിലോട്ട് ചേരും. യൂറോപ്പ് ഇപ്പോൾ അമേരിക്കയ്ക്ക് അനുകൂലമല്ല. ഈ മറ്റേ ഗ്രനഡ എന്ന് പറയുന്ന, ഗ്രനഡയല്ല, ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ആ രാഷ്ട്രം ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങിയതോടെ നോർവേ ആണല്ലോ അതിൻ്റെ ശരിക്കുള്ള അവകാശി. നോർവേയോടൊപ്പം ചേർന്ന് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ അമേരിക്കയ്ക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ച് അവരുടെ പട്ടാളത്തെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചിരിക്കുക. ഇപ്പം തുർക്കി എന്തായാലും മുസ്ലിം രാജ്യങ്ങളോട് കൂടി ചേരും. അങ്ങനെ ആകപ്പാടെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഇറാൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം റഷ്യയിലേക്ക് പോയിരിക്കുക. അപ്പൊ റഷ്യ ഇതിനകത്ത് എത്തും. ഇറാന്റെ രക്ഷയ്ക്ക് റഷ്യ എത്തും, ഒരു കളി കളിക്കും. അപ്പൊ ആകപ്പാടെ കൂടെ സ്ഥിതി പേടിച്ച് ചമ്മി നാറി അവിടുന്ന് ഓടേണ്ടി വരും. മനസ്സിലായില്ലേ? എന്നതുകൊണ്ട് തന്നെ അമേരിക്ക കൈവിട്ട കളി കളിക്കുകയില്ല. ഇറാൻ ഒരു ചുക്കും ചെയ്യുക. ഈ ഭീഷണിപ്പെടുത്തലുകളാ ഇന്ത്യക്ക് 500% ഏർപ്പെടുത്തുന്നല്ലേ പറഞ്ഞ ചുങ്കം. ഇതേ ഇപ്പൊ കണ്ടോ, 18%-ലേക്ക് ചുരുങ്ങി. ഇത് വെറും വെരുട്ടലുകൾ മാത്രമാണ്, ഉഡായിപ്പുകളാണ്. അതിനപ്പുറം ഒന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല.